ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹിസ്റ്ററിയാണ് നോക്കാൻ പോണത്. ഹിസ്റ്ററിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ ദ കോൾഡ് വാർ എറ ആൻഡ് ഇറ്റ്സ് പൊളിറ്റിക്സ്. ശീതസമരയുഗവും അതിൻ്റെ രാഷ്ട്രീയവും. ദ കോൾഡ് വാർ എറ ആൻഡ് ഇറ്റ്സ് പൊളിറ്റിക്സ്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം സോവിയറ്റ് യൂണിയനും അമേരിക്കയും വൻ ശക്തികളായിട്ട് ലോകത്ത് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അമേരിക്ക ഒരു മുതലാളിത്ത രാഷ്ട്രവും സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രവുമാണ്. അപ്പോൾ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുകയും രണ്ട് തരത്തിലുള്ള രണ്ട് രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ഇവർ രണ്ട് വൻ ശക്തികളായി മാറുമ്പോൾ എന്ന് പറയുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ അവർ വിശ്വസിക്കുന്ന ഇതിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ കീഴിൽ ഇതിലുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ അവരെ പിന്താങ്ങിക്കൊണ്ട് അവർക്ക് കീഴിൽ അണിനിരക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ശീതസമരം എന്ന് പറയുമ്പോൾ ഒരു യുദ്ധമൊന്നുമല്ല, പക്ഷേ ഒരു യുദ്ധ സമാനമായിട്ടുള്ള ഒരു കാലഘട്ടം. അതായത് ഇപ്പോൾ ആയുധങ്ങൾ ഏന്തിയിട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമല്ല, അഭിപ്രായങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എന്താണ് പരസ്പരം ഒന്നിച്ചു ചേർന്ന് പോവാത്തൊരവസ്ഥ, അതിനെയാണ് എന്താ പറയുക ശീതസമരം എന്ന് പറയുന്നത്. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകം എന്തായി രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് ചേരിയും മുതലാളിത്ത ചേരിയും. സോവിയറ്റ് യൂണിയൻ്റെ കീഴിൽ കമ്മ്യൂണിസ്റ്റ് ചേരിയും മുതലാളിത്ത ചേരി എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ കീഴിൽ മുതലാളിത്ത ചേരി എന്ന് പറഞ്ഞ രണ്ട് ചേരികളായിട്ട് ലോകം തിരിഞ്ഞു. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഏതെങ്കിലും ഒരു ചേരിയിൽ ചേർന്നു. ഇനി രണ്ട് ചേരിയിലും ചേരാതെ ചേരിചേരാ പ്രസ്ഥാനം എന്ന രീതിയിൽ നിന്ന രാജ്യങ്ങളുമുണ്ട്. ഇന്ത്യയുടെ നയം അങ്ങനെയായിരുന്നു, ചേരിചേരാ പ്രസ്ഥാനമാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ പരസ്പരം എന്താണ് ശത്രുത വെച്ച് പുലർത്തുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ അമേരിക്കയുടെ ഭയം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവർ രണ്ട് ചേരികളാണെങ്കിൽ കൂടി കമ്മ്യൂണിസം എന്ന് പറയുന്നത് ലോകത്ത് വലിയ ഒരു സ്വാധീനമുള്ള കാലഘട്ടമായിരുന്നു. അപ്പോൾ ലോകത്ത് കമ്മ്യൂണിസം അങ്ങോട്ട് വ്യാപിക്കുമോ അല്ലെങ്കിൽ കമ്മ്യൂണിസം ലോകം കീഴടക്കുമോ എന്നുള്ള ഭയം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും കമ്മ്യൂണിസത്തെ അടിച്ചമർത്തണമെന്ന് മുതലാളിത്ത രാഷ്ട്രങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അപ്പോൾ ശീതസമരം എന്ന് പറയുമ്പോൾ ആയുധം ഉപയോഗിച്ചിട്ടുള്ളൊരു യുദ്ധമൊന്നുമല്ല, ഒരു നയതന്ത്ര യുദ്ധമാണത്. ആശയപരമായ വെറുപ്പും രാഷ്ട്രീയ അവിശ്വാസവുമാണ് അതിൻ്റെ അടിസ്ഥാനം. അതൊരു തുറന്ന യുദ്ധമല്ലായിരുന്നെങ്കിലും കാര്യങ്ങളെ പലപ്പോഴും യുദ്ധത്തിൻ്റെ വക്കോളം എത്തിച്ചു. അന്താരാഷ്ട്ര സമാധാനത്തിന് നിരന്തരം ഭീഷണി ഉയർത്തിയ ശീതസമരം ആധിപത്യത്തിന് വേണ്ടിയുള്ള 20-ാം നൂറ്റാണ്ടിലെ മൂന്നാമത്തെ യുദ്ധമായിരുന്നു. ഇതാണ് ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാർ എന്ന് പറയുന്നത്. നേരത്തെ കണ്ട ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം പോലെ വെടിവെപ്പോ അല്ലെങ്കിൽ എന്താണ് ബോംബിടലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആശയപരമായിട്ടുള്ളൊരു യുദ്ധമായിരുന്നു. എന്താണ് അതിൻ്റെ പ്രധാന കാരണങ്ങൾ? അതിലൊന്നെന്താണ്? കമ്മ്യൂണിസ്റ്റ് ഭീതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസം ലോകം കീഴടക്കുമോ എന്നുള്ള ഭീതിയാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് കമ്മ്യൂണിസത്തിനെ തകർക്കാനുള്ള പദ്ധതികൾ മുതലാളിത്ത രാഷ്ട്രങ്ങൾ ആവിഷ്കരിച്ചു. ഹിറ്റ്ലറെ പ്രീണിപ്പിച്ചിട്ട് അല്ലെങ്കിൽ പ്രീണന നയത്തിലൂടെ ഹിറ്റ്ലറെ കൂട്ടുപിടിച്ചിട്ട് എന്താണ് ഹിറ്റ്ലറെ കൊണ്ട് റഷ്യയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ അവർ ആവിഷ്കരിച്ചു. കമ്മ്യൂണിസത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുന്നതിന് വേണ്ടി അമേരിക്ക ഒരു കുരിശ് യുദ്ധം തന്നെ ആരംഭിച്ചു. സോവിയറ്റ് യൂണിയൻ അപ്പോൾ അതൊക്കെ ആയി വന്നപ്പോൾ എന്താണ് സോവിയറ്റ് യൂണിയൻ പ്രത്യാക്രമണത്തിന് മുതിർന്നു. അതോടുകൂടി എന്താണ് ശീതസമരം അങ്ങോട്ട് കൊടുമ്പിരി കൊണ്ടു. 1917 റഷ്യൻ വിപ്ലവത്തോടെയാണ് ഈ ശീതസമരം ആരംഭിക്കുന്നത്. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അത് ശക്തി പ്രാപിക്കുന്നത്. അതായത് റഷ്യൻ വിപ്ലവത്തിന് ശേഷമാണ് കമ്മ്യൂണിസം റഷ്യയിൽ നിലവിൽ വരുന്നത്. അതോടുകൂടിയിട്ടാണ് അവിടെ ലോകത്ത് എന്ത് വരുന്നത് കമ്മ്യൂണിസം വരുന്നത്. ലോകത്തുണ്ട്, ആ റഷ്യയിൽ വന്നപ്പോഴാണ് അതവിടെ അങ്ങോട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ശീതസമരം തുടങ്ങിയിട്ടുണ്ട്. അതങ്ങോട്ട് ശക്തി പ്രാപിച്ചപ്പോഴാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. ഫുട്ടൻ സർവകലാശാലയിൽ വെച്ച് വിൻസ്റ്റൺ ചർച്ച് നടത്തിയ ഇരുമ്പുമറ പ്രസംഗത്തിൽ സോവിയറ്റ് യൂണിയനെതിരെ അമേരിക്കയും ബ്രിട്ടനും ഒന്നിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. അതായത് സോവിയറ്റ് യൂണിയനെ തകർക്കണമെന്ന് മുതലാളിത്ത രാഷ്ട്രങ്ങളായിട്ടുള്ള ബ്രിട്ടനും അമേരിക്കയും അതിനു വേണ്ടിയിട്ട് ഒന്നിക്കണമെന്ന് വിൻസ്റ്റൺ ചർച്ചിൽ പ്രസംഗിച്ചു എന്നാണ് പറയണത്. അപ്പോൾ കമ്മ്യൂണിസമാണ് ആ ശീതസമരത്തിന് ഒരു കാരണം. പിന്നത്തെ ഒരു കാരണമാണ് പോളണ്ട് പ്രശ്നം. അപ്പോൾ പോളണ്ട് പ്രശ്നം എന്ന് പറയുമ്പോൾ
പോളണ്ടിൻ്റെ മേൽ എല്ലാ രാഷ്ട്രങ്ങൾക്കും ഒരു കണ്ണുണ്ടായിരുന്നു. പക്ഷേ 1939 ഹിറ്റ്ലർ എന്ത് ചെയ്തു? പോളണ്ടിനെ ആക്രമിച്ചു. അപ്പോൾ ആക്രമിച്ച് കഴിഞ്ഞപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും ഹിറ്റ്ലർക്കെതിരെ, ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഈ പോളണ്ട് എന്ന് പറയുന്നത് റഷ്യയുടെ മുൻകാല ശത്രുവായിരുന്നു. അങ്ങനെ ശത്രുവായപ്പോൾ എന്തായി? അപ്പോൾ റഷ്യ അതിലേക്ക് കടന്നു വന്നു. അപ്പോൾ മൊത്തത്തിൽ എന്താണ്? പോളണ്ടും സോവിയറ്റ് യൂണിയൻ്റെ നിയന്ത്രണത്തിലായി. അങ്ങനെ സോവിയറ്റ് ആധിപത്യം എവിടെ ഉണ്ടായി? പോളണ്ടിന് മേലുണ്ടായി. അപ്പം ഇത് ഓൾറെഡി സോവിയറ്റ് യൂണിയനോട് ഒരു എതിർപ്പുണ്ട് കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ. പിന്നെ പതുക്കെ എന്താണ്? സോവിയറ്റ് യൂണിയൻ പോളണ്ടിൻ്റെ മേലും ഒരു ആധിപത്യം സ്ഥാപിച്ചു. പോളണ്ട് ആണെങ്കിലോ എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും കണ്ണുള്ള ഒരു രാജ്യമായിരുന്നു. അപ്പോൾ എന്തായി? അതൊരു കാരണം കൂടിയായി. അത് സോവിയറ്റ് യൂണിയൻ്റെ അധീനതയിലായതോടുകൂടി അതും സോവിയറ്റ് യൂണിയനോട് ദേഷ്യം വരാനുള്ളൊരു കാരണമായി. ഇനി വേറൊരെണ്ണാണ് എന്ത്? ശീതകാലഘട്ടത്തിലെ ഡെറ്റൻറ്റ് അല്ലെങ്കിൽ പിരിമുറുക്കം കുറയ്ക്കൽ അങ്ങനെ പറയുന്ന ഒരു ഘട്ടം. ശീതസമര കാലഘട്ടത്തിലെ ഡെറ്റൻറ്റ് ഘട്ടം അല്ലെങ്കിൽ പിരിമുറുക്കം കുറയ്ക്കൽ ഘട്ടം എന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയൻ അമേരിക്കയും ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ആ ഘട്ടത്തിനെയാണ് ഡെറ്റൻറ്റ് ഘട്ടം അല്ലെങ്കിൽ പിരിമുറുക്കം കുറയ്ക്കൽ ഘട്ടം എന്ന് പറയുന്നത്. കിഴക്ക് പടിഞ്ഞാറ് സംഘർഷം കുറയ്ക്കുക, ഈ സോവിയറ്റ് യൂണിയൻ അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുക, അതിനെയാണ് എന്ത് പറയുക? ഡെറ്റൻറ്റ് ഘട്ടം എന്ന് പറയുക. ഇതിൽ നമ്മുടെ ചൈനയും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശീതസമരം അവസാനിച്ചില്ലെങ്കിലും രാഷ്ട്രങ്ങൾ എന്ത് ചെയ്യുക? ഒരു പരസ്പര ധാരണയിൽ എത്തുക, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അമേരിക്കൻ പ്രസിഡൻ്റായ നിക്സൺ ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്. ഡെറ്റൻറ്റ് ഘട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള നിക്സൺ ആണ്. അപ്പോൾ വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാം. ഈ കാലഘട്ടത്തിൽ US-ഉം ചൈനയും തമ്മിലുള്ള ബന്ധം വളർന്നു വന്നു. പ്രസിഡന്റ് നിക്സണും ഹെൻറി കസിൻഗറും ചൈനയുമായുള്ള പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ ശ്രമിച്ചു. ചൈന UN-ൽ അംഗത്വം നേടി, പ്രവേശനം ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രധാന കാരണങ്ങൾ. അതായത് ശീതസമരം അവസാനിക്കുന്നില്ല, പക്ഷെ പരസ്പര ധാരണയിലെത്തിയിട്ട് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ലഘൂകരിക്കുക, അതാണ് ഈ ഡെറ്റൻറ്റ് ഘട്ടത്തിൻ്റെ പ്രത്യേകത. ഇത് കൊണ്ടുവന്നിട്ടുള്ള ആൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന നിക്സൺ ആണ്. അപ്പോൾ അതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ചൈന UN-ലേക്ക് പ്രവേശിക്കുന്നത്, ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പുതിയ ശീതസമരം അല്ലെങ്കിൽ ന്യൂ കോൾഡ് വാർ. അതെങ്ങനെയാണെന്ന് നോക്കാം. 1980-കളിൽ ശീതസമരം വീണ്ടും തിരിച്ചു വരാണ്. മറ്റേതൊക്കെ അവസാനിച്ചു എന്ന് തന്നെ പറയാം. പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അതൊക്കെ വളരെയധികം ലഘൂകരിക്കപ്പെട്ടു. ഇനി 1980 ആയപ്പോൾ എന്താണ്? വീണ്ടും ആ ഒരു ശീതസമരത്തിന് ഒരു അലയൊലികൾ അവിടെ ലോകത്ത് കണ്ടു തുടങ്ങുകയാണ്. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേത് ആശയപരമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു. ഇവിടെ രാഷ്ട്രീയ ശക്തികൾ തമ്മിലുള്ള അധികാര സന്തുലനവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇവിടുത്തെ യുദ്ധം. അവിടെ സോഷ്യലിസം, മുതലാളിത്തം അങ്ങനെയുള്ള ഒരു ആശയപരമായിട്ടുള്ള യുദ്ധമായിരുന്നു. ഇവിടെ അധികാരവുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധമാണ്, ബാലൻസ് ഓഫ് പവർ, അതിന് വേണ്ടിയിട്ടായിരുന്നു. ശീതസമര ഘട്ടത്തിൽ ഇവിടെ പുതിയൊരു സഖ്യം ഇവിടെ രൂപീകരിക്കപ്പെടാണ്. റഷ്യ, ചൈന ഒക്കെ ആയിട്ട് പുതിയ ഒരു സഖ്യം ഇവിടെ രൂപീകരിക്കപ്പെടാണ്. 1979 അഫ്ഗാനിസ്ഥാനിലുണ്ടായ 1979 സോവിയറ്റ് യൂണിയൻ പോയിട്ട് അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചു. ഇതാണ് ഇതിന് പുതിയൊരു തുടക്കമായത് അല്ലെങ്കിൽ പുതിയ വഴിത്തിരിവായത് നമുക്ക് പറയാം. എന്നിട്ട് അവരെന്ത് ചെയ്തു? അഫ്ഗാൻ പ്രസിഡൻ്റായിട്ട് സോവിയറ്റ് യൂണിയന് ഫേവറബിൾ ആയിട്ടുള്ള ഒരാളെ നിയമിക്കുകയാണ്. 100,000-ലധികം സോവിയറ്റ് സൈന്യത്തെ അഫ്ഗാനിസ്ഥാനിൽ അവർ നിലനിർത്തി. ഈ ഘട്ടത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ SDI എന്ന ആയുധ കരാറ് കൊണ്ടുവന്നത്. ഇതാണ് പുതിയ ശീതസമരത്തിൻ്റെ പ്രത്യേകത. പുതിയ ശീതസമരം അല്ലെങ്കിൽ ന്യൂ കോൾഡ് വാർ എന്ന് പറയുന്നത് ഇവിടെ ആശയപരമായിട്ടുള്ള അധികാരത്തിന് വേണ്ടിയിട്ടാണ്, രാഷ്ട്രീയമായിട്ടുള്ള അധികാരത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ശീതസമരം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു തുടക്കം കുറിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1979 അഫ്ഗാനിസ്ഥാനെ സോവിയറ്റ് യൂണിയൻ ആക്രമിച്ച് അതിൻ്റെ അധീനതയിലാക്കാണ്. അങ്ങനെ സോവിയറ്റ് യൂണിയന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് അവിടെ നിയമിക്കുകയാണ്. അവിടെ 100,000-ലധികം സോവിയറ്റ് പട്ടാളക്കാരവിടെ നിലനിർത്തുകയാണ്. അപ്പോൾ അതിൻ്റെ വേറെ പ്രത്യേകത, ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ SDI എന്ന ആയുധ കരാറ് കൊണ്ടുവന്നത്. ഇതാണ് പുതിയ ശീതസമരത്തിൻ്റെ പ്രത്യേകത.
ഇനി ഇതുപോലെ ശീത സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു കാര്യമാണ് മാർഷൽ പ്ലാൻ. മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തെ ഒതുക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക ആവിഷ്കരിച്ച സാമ്പത്തിക തന്ത്രമാണ് മാർഷൽ പ്ലാൻ. തങ്ങളോടൊപ്പം നിർത്താൻ അമേരിക്ക ഈ പദ്ധതിയിലൂടെ ശ്രമിച്ചു. അതായത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജനറൽ മാർഷലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. അതുകൊണ്ടാണ് അതിനെ മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവർക്ക്, അതായത് ഈ സ്വന്തം രാഷ്ട്രം അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കുക. പണം കൊടുക്കുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കമ്മ്യൂണിസത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്കാർ കൂടെ നിൽക്കുക. അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവർ അവർക്ക് വേണ്ട അവരാവശ്യത്തിനുള്ള പണം അമേരിക്ക കൊടുക്കും. അപ്പം അങ്ങനെ ഇവർ ആവിഷ്കരിച്ചൊരു നയമാണ് മാർഷൽ പ്ലാൻ. ഇത് കൊണ്ടുവന്ന ആൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർഷലാണ്. അതുകൊണ്ടാണ് അതിന് മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത്. പണം കൊടുത്തിട്ട് രാഷ്ട്രങ്ങളെ കൈക്കലാക്കാം, അതാണ് മാർഷൽ പ്ലാൻ. അതുകൂടാണ്ട് സോവിയറ്റ് യൂണിയനെതിരെ നാറ്റോ എന്നൊരു സൈനിക സഖ്യത്തെയും അമേരിക്ക രൂപീകരിച്ചു. ഇതൊക്കെ എന്താണ്, ശീതസമരത്തിൻ്റെ ഭാഗമായിട്ട് സോവിയറ്റ് യൂണിയനെതിരെ അമേരിക്ക കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ശീതസമര കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വേറൊരു സംഭവമാണ് സുയൂസ് കനാൽ പ്രതിസന്ധി അല്ലെങ്കിൽ സുയൂസ് കനാൽ ക്രൈസിസ് എന്ന് പറയണത്. 1952 കേണൽ അബ്ദുൾ നാസർ, ജനറൽ മുഹമ്മദ് നഗീബ് ഇവരൊക്കെ ചേർന്നിട്ട് എന്താണ്, വേറെ എന്ന് വെച്ചാൽ യുദ്ധങ്ങളോ അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിലുകളോ ഒന്നുമില്ലാതെ എന്താണ് ഈജിപ്തിൻ്റെ അധികാരം ഒരു അട്ടിമറിയിലൂടെ ഈജിപ്തിൻ്റെ അധികാരം പിടിച്ചെടുക്കുകയാണ്. പതുക്കെ എന്താണ്, മുഴുവൻ അധികാരവും നാസറിൻ്റെ കയ്യിൽ, ഈ കേണൽ അബ്ദുൾ നാസറിൻ്റെ കയ്യിൽ കൊണ്ടുവരാണ്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബികളുടെ ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊണ്ടു. പാശ്ചാത്യ രാജ്യങ്ങളാണ് അവിടെ ഇസ്രായേലിനെ നിലനിർത്തിയെന്നാണ് അദ്ദേഹം വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്രിട്ടനും ഫ്രാൻസിനൊക്കെ എതിരായിരുന്നു. അങ്ങനെ 1955 സെപ്റ്റംബറിൽ നാസർ സോവിയറ്റ് യൂണിയനുമായിട്ടൊരു ആയുധ ഉടമ്പടി ഉണ്ടാക്കി. അദ്ദേഹം സോവിയറ്റ് യൂണിയനായിട്ട് നല്ല രമ്യതയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ സോവിയറ്റ് യൂണിയനായിട്ട് സെറ്റായപ്പോൾ എന്താണ്, അമേരിക്കയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അമേരിക്ക എന്ത് ചെയ്തു, ഈജിപ്തിൻ്റെ നൈൽ നദിയിൽ കെട്ടിക്കൊണ്ടിരുന്ന അസ്വാൻ അണക്കെട്ടിനുള്ള സാമ്പത്തിക സഹായം നിർത്തിവെച്ചു. അങ്ങനെ നിർത്തിവെച്ചപ്പോൾ നാസറും അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു. 1936 മുതൽ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നിയന്ത്രണത്തിലായിരുന്ന സൂയസ് കനാൽ അദ്ദേഹം ദേശസാൽക്കരിച്ചു. ഇതിലെ പ്രകോപിതരായിട്ടുള്ള ബ്രിട്ടനും ഫ്രാൻസും ഇസ്രായേലും ചേർന്ന് 1956 ഒക്ടോബർ 29 ഈജിപ്തിനെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴേക്കും നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിച്ചത് കൊണ്ട് തന്നെ എന്താണ്, യുദ്ധം ലോകമഹായുദ്ധമായിട്ടൊന്നും മാറിയില്ല. ഇങ്ങനെ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ അമേരിക്കയും സോവിയറ്റ് യൂണിയനൊക്കെ രംഗത്തേക്ക് വന്നു. ലോകരാഷ്ട്രങ്ങളുടെയും UN-ൻ്റെ ഒക്കെ ഇടപെടലുകൾ മൂലം എന്താണ്, ഫ്രാൻസും ബ്രിട്ടനൊക്കെ ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ഫ്രാൻസും ബ്രിട്ടനൊക്കെ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയിട്ട് ആ യുദ്ധം അവിടെ അവസാനിക്കാനുണ്ടായത്. അതിനെയാണ് സുയൂസ് കനാൽ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇനിയുള്ളത് ബെർലിൻ ഉപരോധം. ബെർലിൻ ഉപരോധം എന്ന് പറയുന്നത് അതായത് പാശ്ചാത്യ സഖ്യങ്ങൾക്ക് ഒരു സാമ്പത്തിക നവീകരണം ആവശ്യമായി വന്നിട്ടുള്ളൊരു ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ അതിന് താല്പര്യം ഉണ്ടായില്ല. സോവിയറ്റ് യൂണിയൻ അതിന് എതിരായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ബെർലിനും പാശ്ചാത്യ മേഖലയുമായിട്ട്, ബെർലിൻ എന്ന് പറയുന്ന പ്രദേശവും അതുപോലെ യൂറോപ്പുമായിട്ടൊക്കെ കരമാർഗ്ഗമാണെങ്കിലും ജലമാർഗ്ഗമാണെങ്കിലും റെയിൽവേ വഴിയൊക്കെ ഏത് തരത്തിലുള്ള ഗതാഗതമൊക്കെ ആണെങ്കിലും സോവിയറ്റ് എന്ത് ചെയ്തു, അത് നിരോധിച്ചു. കാരണം എന്താണ്, അവരുടെ ഒരു നവീകരണത്തെ സോവിയറ്റ് യൂണിയൻ എതിർത്തത് കൊണ്ട്. അപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ബെൽജിയവും ചേർന്ന് ബ്രുസൽ സഖ്യത്തിനവിടെ ഈ ഉപരോധം എതിരായിരുന്നു. കാരണം അവരൊരു ബ്രുസൽ സഖ്യം നേരത്തെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെ ചേർന്നിട്ട്, ബ്രിട്ടനും ഫ്രാൻസും ബെൽജിയവും ചേർന്നിട്ട്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇങ്ങനൊരു ഉപരോധം ഏർപ്പെടുത്തിയത് ഈ ബ്രുസലിന് ഇഷ്ടപ്പെട്ടില്ല, ബ്രുസൽ സഖ്യത്തിന് ഇഷ്ടപ്പെട്ടില്ല. അത് പാശ്ചാത്യ രാജ്യങ്ങൾ സാമ്പത്തികമായി നവീകരിക്കപ്പെടുന്നതിനോട് സോവിയറ്റ് യൂണിയൻ എതിരായിരുന്നു. ആ എതിരായതുകൊണ്ട് തന്നെ വ്യോമമല്ലാത്ത എല്ലാ മാർഗങ്ങളും എന്ത് ചെയ്തു, സോവിയറ്റ് യൂണിയൻ തടസ്സപ്പെടുത്തി, നിരോധിച്ചു. അപ്പോൾ ഈ ഒരു നിരോധനം എന്ന് പറയുന്നത് ബ്രുസൽ സഖ്യത്തിന് ഇഷ്ടപ്പെട്ടില്ല. അവർ ആ ബ്രുസൽ സഖ്യത്തിന് ഒരു കരാറുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ജർമ്മനിയോ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളോ ഈ ബ്രുസൽ സഖ്യത്തിലുള്ള ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ പരസ്പരം എന്ത് ചെയ്യും, ഇവരെ സഹായിക്കും എന്നൊരു ഒരു കരാർ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രത്യക്ഷമായി ജർമ്മനി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പരോക്ഷമായിട്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് സോവിയറ്റ് യൂണിയനെ തന്നെയായിരുന്നു. അത് പ്രത്യക്ഷമായി ജർമ്മനി എന്നാണെങ്കിൽ കൂടി അവർ ശരിക്കും ഉദ്ദേശിക്കുന്നത് ആരെ തന്നെയാണ്, അല്ലെങ്കിൽ അവർ ഉന്നം വയ്ക്കുന്നത് സോവിയറ്റ് യൂണിയനെ തന്നെയായിരുന്നു. അത് സോവിയറ്റ് യൂണിയൻ എന്ന് പേരിട്ട് പരാമർശിച്ചില്ലെങ്കിൽ പോലും അവിടെ സോവിയറ്റ് യൂണിയൻ തന്നെയായിരുന്നു. അപ്പോൾ ഇതിനെയാണ് എന്ന് പറയുക, ബെർലിൻ ഉപരോധം എന്ന് പറയുക. അപ്പോൾ ബെർലിൻ ഉപരോധം എന്ന് പറയുന്നത് ബെർലിനിൽ നിന്ന് പാശ്ചാത്യ രാഷ്ട്രങ്ങളിലേക്ക് കരമാർഗമോ ജലമാർഗമോ റെയിൽവേ വഴിയോ പോകുന്ന ആ എല്ലാ മാർഗങ്ങളും എന്ത് ചെയ്തു, സോവിയറ്റ് യൂണിയൻ ഉപരോധിച്ചു. ഉപരോധിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പാശ്ചാത്യ രാഷ്ട്രങ്ങൾ സാമ്പത്തികമായി നവീകരിക്കപ്പെടുന്നതിന് സോവിയറ്റ് യൂണിയൻ എതിരായിരുന്നു. ഇതാണ് എന്ത് ഈ ബെർലിൻ ഉപരോധം. അപ്പോൾ ഇങ്ങനെ ഉപരോധിക്കാനായിട്ട് സോവിയറ്റ് യൂണിയനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്, ബ്രുസൽ സഖ്യം അവർ തമ്മിലുള്ള കരാറിൽ അവർ ഏതെങ്കിലും തരത്തിൽ ജർമ്മനിയോ മറ്റോ യൂറോപ്യൻ രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അവർ പരസ്പരം സഹായിക്കും. അപ്പോൾ ജർമ്മനി എന്ന് പറഞ്ഞെങ്കിൽ കൂടി അത് ഉദ്ദേശിച്ചത് സോവിയറ്റ് യൂണിയനെ ആയിരുന്നു. അപ്പോൾ ആ ഒരു മനസ്സിലാക്കിയത് കൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ ഇങ്ങനെ ചെയ്തത്. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഒരു ചെറിയ ചാപ്റ്ററാണ്, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.